വിൻപ്രസ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് USS NMMS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സോഷ്യൽ സയൻസ് വിഷയത്തെ അടിസ്ഥാനമാക്കി ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് ആണ്. 7ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ അധ്യായമായ യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ, യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന അധ്യായത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററായ യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ അഥവാ യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന അധ്യായത്തിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് 5 കാര്യങ്ങളെക്കുറിച്ചാണ്. NMMS USS പോലുള്ള പരീക്ഷയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായും ഒരു അധ്യായത്തിൽ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഏതാണ് എന്നത് ആദ്യം മനസ്സിലാക്കുകയും പിന്നീട് ആ ഓരോ കണ്ടന്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു വിശകലനമാണ് ചെയ്യേണ്ടത്. ഈ 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായം മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ഓരോ പോയിന്റും കൃത്യമായി പരീക്ഷ അടിസ്ഥാനമാക്കി പഠിക്കാം. ഹഗിയ സോഫിയ തുർക്കിയിലെ ഇസ്താംബുൾ എന്ന് പറയുന്ന പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രാചീന ആരാധനാലയമാണ് ഹഗിയ സോഫിയ. അയാ സോഫിയ എന്ന പേരിലും ഇതറിയപ്പെടുന്നു. ആദ്യകാല ആരാധനാലയം പിന്നീട് ഒരു മ്യൂസിയമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. AD 532 537 ഇടയ്ക്ക് ബൈസാന്റിയൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ജസ്റ്റീനിയനാണ് ഇന്ന് നിലനിൽക്കുന്ന രീതിയിൽ ഈ ഒരു ദേവാലയം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പണി പൂർത്തീകരിച്ച കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ കത്തീഡ്രലായിരുന്നു ഹഗിയ സോഫിയ. 2020 ജൂലൈ 11 ഉർദുഗാൻ്റെ നേതൃത്വത്തിലുള്ള തുർക്കി ഗവൺമെൻറ് ഇത് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ മുസ്ലിം പള്ളിയായി പരിവർത്തനം ചെയ്തു ആരാധനയ്ക്ക് വിട്ടുകൊടുത്തു. അടുത്ത പോയിന്റ് കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കിയുടെ ഒരു പ്രധാന സാംസ്കാരിക ധനകാര്യ കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ചരിത്രപരമായി ബൈസാന്റിയം എന്ന പേരിലും പിന്നീട് ഇപ്പോൾ ഇസ്താംബുൾ എന്ന പേരിലുമാണ് പഴയ കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത്. യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള നഗരമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കിയുടെ വടക്ക് പടിഞ്ഞാറൻ ദിക്കിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ബോസ്പാസ് കടലിടുക്കിൻ്റെ ഇരുവശങ്ങളിലുമായി യൂറോപ്യൻ വൻകരയിലേക്കും ഏഷ്യൻ വൻകരയിലേക്കും നീണ്ടുകിടക്കുന്ന ഒരു നഗരമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ അഥവാ ഇസ്താംബുൾ. 2 വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു നഗരമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ അഥവാ ഇസ്താംബുൾ. അടുത്ത പോയിന്റ് റിനൈസൻസ് അഥവാ നവോത്ഥാനം. മിഡീവൽ പീരിയഡിൽ അതായത് മധ്യകാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ജീവിത രീതികൾ പൂർണ്ണമായും മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. പിന്നീട് 13ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടി ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്കു പകരമായി ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ സമൂഹത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതം കൃതികളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇതോടെ മതപരമായ ആശയങ്ങൾക്ക് പകരം പ്രപഞ്ചത്തെക്കുറിച്ചും സാധാരണ മനുഷ്യ ജീവിതത്തെക്കുറിച്ചും മനുഷ്യൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ സമൂഹത്തെ പ്രേരിപ്പിച്ചു. സമൂഹത്തിൽ യുക്തിചിന്തയുടെയും അതായത് റീസണിങ്ങിൻ്റെയും അന്വേഷണത്വരയുടെയും അഥവാ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ഇവയുടെ വളർച്ചയ്ക്ക് ഇത് കാരണമായി. മനുഷ്യജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവിന് ഇത്തരം മാറ്റങ്ങൾ കാരണമായി. ഇത്തരത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ പുത്തൻ ഉണർവ് നവോത്ഥാനം അഥവാ റിനൈസൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സമൂഹത്തിലുണ്ടായ ഈ
നവോത്ഥാനം അഥവാ റിനൈസൻസ് മനുഷ്യരുടെ വിവിധ മേഖലകളെ ഒരുപാട് സ്വാധീനിച്ചു. അതിൽ പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത് ലിറ്ററേച്ചർ, ആർട്സ്, സയൻസ്, അതായത് സാഹിത്യം, കല, ശാസ്ത്രം എന്നീ മേഖലയെയാണ്. ഇവിടെ ആദ്യമായി നമ്മൾ പഠിക്കുന്നത് റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ. സാഹിത്യത്തിൽ എത്രത്തോളമാണ് നവോത്ഥാനത്തിൻ്റെ പങ്ക്, ഏതെല്ലാം രീതിയിലായിരുന്നു സാഹിത്യത്തിലെ നവോത്ഥാനം, അതിന് സഹായിച്ച വ്യക്തികൾ ആരൊക്കെയാണ്, അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നീ കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ. റിനൈസൻസ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രശസ്തനായ ഒരു സാഹിത്യകാരനായിരുന്നു പെട്രാർച്ച്. അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് റിനൈസൻസ് എന്നറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് സീക്രട്ടം എന്ന് പറയുന്നതാണ്. ഈ 3 പോയിന്റുകളും അതിപ്രധാനമുള്ള പോയിന്റുകളായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എഴുതിയെടുത്ത് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ വീഡിയോയുടെ ഭാഗമായി പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് പോയിൻ്റായി എഴുതിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പരീക്ഷാടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനത്തിന് അത് സഹായകമാകുകയുള്ളൂ. സാഹിത്യ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണക്കാരായ നവോത്ഥാന എഴുത്തുകാരും അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളും ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, പെട്രാർച്ച്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് സീക്രട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. മറ്റൊരാളായിരുന്നു ഡാൻറ്റെ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ദ ഡിവൈൻ കോമഡി എന്ന് പറയുന്നതാണ്. മറ്റൊരാൾ ബൊക്കാസിയോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് ദ ഡീകാമറോൺ എന്ന് പറയുന്നതാണ്. മറ്റൊന്ന് സെർവൻ്റ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക് ഡോൺ ക്വിക്സോട്ട്. ഇറാസ്മസ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ഇൻ പ്രൈസ് ഓഫ് ഫോളി. സാഹിത്യത്തിൽ നവോത്ഥാനം സ്വാധീനം ചെലുത്തിയതുപോലെ തന്നെ കലകളിലും നവോത്ഥാനം ഒരുപാട് സ്വാധീനം ചെലുത്തി. പ്രധാനമായും പെയിൻറ്റിങ്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ ഈ 3 മേഖലകളിലായിരുന്നു കലകളിൽ നവോത്ഥാനത്തിൻ്റെ സ്വാധീനം. ഈ 3 മേഖലകളിലെ നവോത്ഥാനത്തിൻ്റെ സ്വാധീനത്തെ സഹായിച്ച ഒരുപാട് സംഭാവനകൾ ചെയ്ത വ്യക്തികളാണ് താഴെ കാണുന്നത്. നമുക്ക് ഓരോ മേഖലകളുടെയും നവോത്ഥാനത്തിന് കാരണക്കാരായ വ്യക്തികളെക്കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട വർക്കിനെ കുറിച്ചും പഠിക്കാം. റിനൈസൻസ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രശസ്തനായ ഒരു ചിത്രകാരനായിരുന്നു ലിയോണാർഡോ ഡാവിഞ്ചി. ചിത്രകലയുടെ മേഖലയിൽ, അതായത് പെയിൻറ്റിംഗ് മേഖലയിൽ നവോത്ഥാനത്തിൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയ വ്യക്തി കൂടിയായിരുന്നു ലിയോണാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്ന് മോണാലിസ, മറ്റൊന്ന് ദ ലാസ്റ്റ് സപ്പർ. നവോത്ഥാന കാലഘട്ടത്തിൽ പെയിൻറ്റിംഗ് മേഖലയ്ക്ക് സംഭാവന നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രകാരനായിരുന്നു മൈക്കൽ ആഞ്ചലോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്ന് പറയുന്നത് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യക്തികളുടെ പേരും അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളും അവർ ഏത് മേഖലയിലാണ് പ്രാധാന്യം നേടിയത് എന്നതൊക്കെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്.
അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. മുഴുവൻ വിദ്യാർത്ഥികളും എഴുതിയെടുത്തുകൊണ്ട് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാന നവോത്ഥാന ചിത്രകാരനാണ് റാഫേൽ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ദ സ്കൂൾ ഓഫ് ഏഥൻസ്. അടുത്തത് റിനൈസൻസ് ഇൻ ആർക്കിടെക്ചർ. ആർക്കിടെക്ചർ മേഖലയിലെ നവോത്ഥാനത്തിൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കിടെക്ട് മേഖലയിൽ നവോത്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു ലോറൻസോ ഗിബർട്ടി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിടെക്ചറൽ വർക്ക് എന്ന് പറയുന്നത് ദ ഡോർസ് ഓഫ് ദി ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി. മൈക്കലാഞ്ചലോ ഈ വർക്കിനെ വിശേഷിപ്പിച്ചിരുന്നത് ദ ഗേറ്റ്സ് ഓഫ് പാരഡൈസ് എന്നാണ്. അടുത്തത് റിനൈസൻസ് ഇൻ സ്കൾപ്ചർ. ചിത്രകലാ മേഖലയിൽ നവോത്ഥാനത്തിൻ്റെ സ്വാധീനത്തിന് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയാണ് ഡൊണാറ്റെല്ലോ. ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ ശില്പിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പം സ്കൾപ്ചർ എന്ന് പറയുന്നത് ഗറ്റമെൽറ്റ എന്ന് പറയുന്നതാണ്. ഗറ്റമെലിത്ത എന്ന പേരിലും ഇതറിയപ്പെടുന്നു. നെക്സ്റ്റ്, റിനൈസൻസ് ഇൻ സയൻസ്. നവോത്ഥാന കാലഘട്ടത്തിന് മുൻപ് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന ധാരണയായിരുന്നു ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നവോത്ഥാന കാലത്ത് ശാസ്ത്രമേഖലയിലെ വളർച്ചയുടെ ഭാഗമായി ശാസ്ത്രജ്ഞർ സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നുവെന്നും കണ്ടെത്തി. ശാസ്ത്രമേഖലയിലെ റിനൈസൻസിന് അഥവാ നവോത്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു കോപ്പർനിക്കസ്. ഇദ്ദേഹമാണ് ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം ഹി അനൗൺസ്ഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഭൂമി സൂര്യനെ വലയം ചെയ്യുന്നു, പ്രദക്ഷിണം വെക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. പിന്നീട് ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് കണ്ടുപിടിക്കുകയും ശാസ്ത്രീയമായി കോപ്പർനിക്കസ് മുന്നോട്ട് വെച്ച തിയറി ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം അഥവാ ഭൂമി സൂര്യനെ വലയം ചെയ്യുന്നു എന്നത് ശാസ്ത്രീയമായി തെളിയിക്കുകയും ചെയ്തു. ജോഹന്നാസ് ഗുട്ടൻബർഗ് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടെത്തിയതോടുകൂടി റിനൈസൻസുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ജനങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ വേഗതയോടുകൂടി എത്തിക്കാൻ സാധിച്ചു. ഇതിൻ്റെ ഫലമായി സമൂഹത്തിൽ ഒരുപാട് നവോത്ഥാന ആശയങ്ങളുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സാധിച്ചു. 16-ാം നൂറ്റാണ്ടിൽ നവോത്ഥാന ആശയങ്ങളുടെ ഭാഗമായി യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണം, അതായത് റിഫൈൻമെൻറ്റ്, ഇതിനെയാണ് നമ്മൾ പ്രധാനമായും മതനവീകരണം അഥവാ റിഫോർമേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജർമ്മനിയിലാണ് മതനവീകരണം എന്ന ആശയം ആദ്യമായി തുടക്കം കുറിച്ചത്. ഇവിടെ മതനവീകരണത്തിന് നേതൃത്വം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു മാർട്ടിൻ ലൂതർ. അടുത്തത് ഈ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ കണ്ടൻ്റായ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവം. നവോത്ഥാനത്തെ തുടർന്ന് സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ രംഗത്തുണ്ടായ പുരോഗതി പുതിയ ധാരാളം യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. യന്ത്രങ്ങൾ ഉൽപ്പാദന രംഗത്ത് വലിയ മാറ്റങ്ങളാണ് യൂറോപ്പിൽ കൊണ്ടുവന്നത്. ഇത് ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിക്കുന്നതിനും ഉൽപ്പാദന ചെലവ് കുറക്കുന്നതിനും ഇടയാക്കി.
ഇങ്ങനെ ഉൽപാദന രംഗത്തുണ്ടായ ഈ മാറ്റങ്ങളെയാണ് വ്യാവസായിക വിപ്ലവം, വ്യവസായ വിപ്ലവം അഥവാ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ അഥവാ വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായി സമൂഹത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾക്ക് കാരണമായ കണ്ടെത്തൽ എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട യന്ത്രങ്ങളായിരുന്നു. ഒന്ന് സ്പിന്നിങ് ജെന്നി, അതുപോലെ സ്റ്റീം എൻജിൻ. ഇൻഡസ്ട്രിയൽ ഇതാണ് നമ്മുടെ ഈ അധ്യായത്തിൽ പ്രധാനമായും പഠിക്കേണ്ടതായിട്ടുള്ളത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ 5 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. ആ 5 കണ്ടന്റ് ബേസ് ചെയ്തുകൊണ്ട് പ്രധാനമായിട്ടും പഠിക്കേണ്ട പോയിന്റുകളാണ് നമ്മൾ കൃത്യമായി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വീഡിയോ കണ്ടതിന് ശേഷം ഓരോ പോയിന്റും എടുത്തുകൊണ്ട് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കുക. പിന്നീട് നോട്ട് പുസ്തകത്തിൻ്റെ സഹായത്തോടു കൂടി വളരെ കൃത്യതയോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക. USS, NMS പോലുള്ള മത്സര പരീക്ഷകൾക്ക് ഇതുപോലെ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു അനാലിസിസ്, ഓരോ അധ്യായങ്ങളുടെയും അനാലിസിസ് നമുക്ക് അത്യാവശ്യമാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിലും നിങ്ങൾക്ക് രണ്ടാമത്തെ ചാപ്റ്ററും തുടർന്നുള്ള ചാപ്റ്ററുകളും ഈ രീതിയിൽ തന്നെ അനലൈസ് ചെയ്ത് നൽകുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.